ഹലോ ഓൾ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഈ ആഴ്ചത്തെ വീക്ക്ലി വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. നമ്മുടെ വീക്ക്ലി വീഡിയോസും കഴിഞ്ഞ ആഴ്ച ഇട്ടില്ലായിരുന്നു. അതെല്ലാം ഒന്ന് ക്ഷമിക്കുക. ചില കാര്യങ്ങൾ, ചില ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു വീട്ടിലും. പേഴ്സണലി കുറച്ച് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂസ്ലി വീഡിയോ ഇടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ആഴ്ച നമ്മുടെ പ്രധാനപ്പെട്ട സ്റ്റോക്സും വാച്ച് ലിസ്റ്റിലുള്ളതും ആൻഡ് നിഫ്റ്റിയുടെ നമ്മുടെ ഒരു അനാലിസിസും നമുക്ക് ഷെയർ ചെയ്യാം. അപ്പം യുദ്ധഭീതി മാർക്കറ്റിൽ നിലനിൽക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം. അതിൻ്റേതായ ഒരു തടസ്സം അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു ഡ്രോ ഡൗൺ പലരുടെയും പോർട്ട്ഫോളിയോയിലേക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം. നമ്മൾ പലരും പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ട് ടെലിഗ്രാമിൽ. ആൻഡ് നമ്മുടെ ടെലിഗ്രാം ചാനൽ ആക്റ്റീവായിട്ട് മുൻപോട്ട് പോകുന്നുണ്ട്. ഇപ്പം കേരള സ്റ്റോക്ക് മാർക്കറ്റ് എന്നാണ് ടെലിഗ്രാം ചാനലിൻ്റെ പേര്. പഴയ ചാനൽ ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ ചാനലാണ്, നമുക്ക് പലർക്കും അറിയായിരിക്കും. ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ചെറിയ കമ്മ്യൂണിറ്റി ആയിട്ട് വളർന്നു വരുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം പേർക്ക് അത് നിങ്ങൾക്ക് ട്രേഡിംഗ് കരിയറിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് നിങ്ങൾക്ക് പേഴ്സണലി എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടിലേക്ക് നമുക്ക് ആദ്യം പോകാം. നിഫ്റ്റി വീക്ക്ലി ചാർട്ട് നോക്കുവാണെങ്കിൽ തന്നെ മോസ്റ്റ്ലി ഡ്രോ ഡൗൺ എത്രയാണ് നമുക്കൊന്ന് ആദ്യം പരിശോധിക്കേണ്ടതുണ്ട്. ഡ്രോ ഡൗൺ ഉണ്ടായിരിക്കുന്നത് ഈ നിഫ്റ്റിയുടെ ഹൈസിൽ നിന്ന് മോസ്റ്റ്ലി 16% ഡൗൺ സൈഡ് വന്ന ശേഷമാണ് കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ ഈ ആഴ്ച മാർക്കറ്റ് നല്ല രീതിയിലുള്ളൊരു ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഒരു നല്ല 22,493 ലോയിൽ നിന്ന് 24,000 എന്നുള്ള റേഞ്ചിലേക്ക് മാർക്കറ്റിന് ട്രാവൽ ചെയ്യാൻ സാധിച്ചത്. വീക്ക്ലി ചാർട്ട് ലുക്സ് ഗുഡ്. ഓക്കെ, അതാണ് നമുക്ക് ആദ്യത്തെ കാര്യം. ആൻഡ് മാർക്കറ്റിൻ്റെ ഡിമാൻഡ് സോൺ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്തില്ലെങ്കിൽ പോലും മാർക്കറ്റിൻ്റെ ഡിമാൻഡ് സോൺ ആയിട്ട് 21,700 റേഞ്ച് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിൽ കണ്ടേക്കുക. നിഫ്റ്റി ഇവിടെ ചെയ്യുന്ന കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു യുദ്ധഭീതിയുടെ ഒന്ന് ഒഴിവായതിനു ശേഷം മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് തന്നു. ഗ്യാപ്പ് അപ്പിന് ശേഷം ചെറിയൊരു പുൾ ബാക്ക് തന്നു. ആൻഡ് വീണ്ടും ആ ഒരു പുൾ ബാക്കിന് ശേഷം മാർക്കറ്റ് 24,000 എബോ ക്ലോസ് ചെയ്തേക്കുവാണ്. അപ്പോൾ എന്തായിരിക്കണം നമ്മുടെ വ്യൂ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. നമുക്കൊരു മൈനർ ലെവലിലൊക്കെ നമുക്കൊന്ന് പോയി പരിശോധിക്കേണ്ടതുണ്ട്. നിങ്ങളിവിടെ മൈനർ ലെവലിൽ പോകുകയാണെങ്കിൽ അറിയാം, ഒരു സ്ട്രക്ചർ ബ്രേക്ക് ഇതുവരെ നിലവിൽ വന്നിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് മേജർലി നല്ലൊരു ഏരിയാസ്, ഈ ഒരു ഏരിയയൊക്കെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഞാൻ വളരെ ബുള്ളിഷ് ലെവൽസിലേക്ക് ഞാൻ പോകും. 24,800 ഈ ഒരു സോൺ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സോണൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഒരു 3% 4% മൂവ്മെൻറ്റ് തന്ന് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് ഒരു റീടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഓക്കെ, ഞാൻ സ്ട്രക്ചറലി ഈ നമ്മുടെ നിഫ്റ്റി ഒരു അപ്സൈഡ് പോകാനുള്ള ടെൻഡൻസി കാണിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കും. ആൻഡ് നിലവിലെ പ്രൈസ് ആക്ഷൻ സൂചിപ്പിക്കുന്നത് മാർക്കറ്റ് അത്യാവശ്യം ബുള്ളിഷ്നെസ് ആൻഡ് അത് സ്റ്റോക്സിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഇപ്പം നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്നുണ്ട് അല്ലേ. അപ്പം ഇതിൻ്റെ ഇൻട്രാഡേ വ്യൂസ് ഞാൻ മൺഡേ ഞാൻ പറയുന്നതായിരിക്കും. എന്തായാലും ഡിമാൻഡ് സോൺസ് ആയിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ളത് 23,200 ഈ ഒരു ഗ്യാപ്പ് ഏരിയയിലെ. ഇപ്പോൾ ഈ ഒരു ഏരിയ മാർക്കറ്റ് ഡിമാൻഡ് സോൺ ആയിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. ഈ ഒരു സോൺ ഓക്കെ, ഈ ഒരു സോൺ മാർക്കറ്റിൻ്റെ ഡിമാൻഡ് ഏരിയ ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. എന്തായാലും ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ മാർക്കറ്റ് വരുന്ന ദിവസങ്ങളിൽ തിരിച്ചു വരുമോ എന്നുള്ളത് കാര്യം നമുക്ക് നോക്കേണ്ടതുണ്ട്. മേ ബി റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ആവാനും പോസിബിലിറ്റി ഉണ്ട്. വീണ്ടും ഡൗൺ സൈഡ് വരിക, തിരിച്ചു കയറുക, ഇങ്ങനത്തെ ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റായിട്ട് മാർക്കറ്റ് ഹോൾഡ് ചെയ്യാനും പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് എന്തായാലും അത് വരുന്ന ദിവസങ്ങളിൽ വാച്ച് ചെയ്ത് കാണാൻ പരിചയപ്പെടാം. തിങ്കളാഴ്ച നമുക്ക് ഇൻട്രാഡേ ലെവൽസ് നമ്മുടെ ചാനലിലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ആഴ്ച ഞാൻ കുറച്ച് സ്റ്റോക്സ് മാത്രം, മാർക്കറ്റ് ഒന്ന് അപ്സൈഡ് വരെയല്ലേ, അപ്പോൾ ബോട്ടം ചെയ്ത കുറച്ച് സ്റ്റോക്സ് ഞാൻ പഠിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് റെക്കമെൻഡേഷൻ ആയിട്ട് കാണാതിരിക്കുക, മറിച്ച് നിങ്ങൾ ഇത് പഠിക്കാനുള്ള അവസരമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കാം. ആദ്യത്തെ സ്റ്റോക്ക് ഹിറ്റ്സെൽ ടെക്നോളജീസ് ആണ്. ഹിറ്റ്സെൽ ടെക്നോളജീസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഡിമാൻഡ് ഏരിയയിലാണ്. ഓക്കെ, അത് ആദ്യം തന്നെ നമുക്കിവിടെ കാണാൻ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. മോസ്റ്റ്ലി ഹൈയിൽ നിന്നും 37% ഡൗൺ സൈഡ് വന്ന് കിടക്കുകയാണ് ഹിറ്റ്സെൽ ടെക്നോളജീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി മെയ്ഡ് ഹൈ എന്ന് പറയുന്നത് 1700 റേഞ്ചിലാണ് ഒരു ഹൈ ചെയ്ത ശേഷം മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, US-ആയിട്ട് ബന്ധപ്പെട്ട് IT സ്റ്റോക്സിൽ ട്രംപിൻ്റെ കുറേ പ്രസ്താവനകൾ, ട്രംപിൻ്റെ കുറേ പോളിസി മേക്കിങ്ങിനുമായിട്ടുള്ള ബന്ധപ്പെട്ട ഇഷ്യൂ, നമ്മുടെ ട്രേഡ് ടോക്സ് ഇഷ്യൂ, ഇതെല്ലാം സംബന്ധിച്ച് IT സ്റ്റോക്സ് ഒരുപാട് ഡൗൺ സൈഡ് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു 1290 റേഞ്ച് ഡിമാൻഡ് ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് തിരിച്ച് അപ്സൈഡ് പോകാനുള്ള ടെൻഡൻസി കാണിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ഡിമാൻഡ് സോൺ ആയിട്ട് 1290 തന്നെ നമുക്ക് കണക്കാക്കാം. ആൻഡ് ആ ഡിമാൻഡ് ഏരിയയിൽ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുന്നു എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടാകുമോ, ഒരു 4% മൂവ്മെൻറ്റ് ഉണ്ടാകുമോ, അതോ ഒരു 10% മൂവ്മെൻറ്റിൻ്റെ പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാം. എന്തായാലും ഇതിൻ്റെ ഡിമാൻഡ് സോൺ 1290 ആണ്. ആൻഡ് ഇപ്പം കറന്റ് മാർക്കറ്റ് പ്രൈസ് 1451 ആണ്. ഇതിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ സൂചിപ്പിക്കുന്നത് ഒരു അപ്സൈഡ് മൊമെൻറ്റത്തിനുള്ള ടെൻഡൻസി ഈ സ്റ്റോക്ക് ഹിറ്റ്സെൽ ടെക്നോളജീസ് കാണിക്കുന്നുണ്ട്. കൺസോളിഡേഷൻ ഉണ്ട്, സപ്പോർട്ടിലെ കൺസോളിഡേഷൻ സൂചിപ്പിക്കുന്നത് ഒരു അക്യുമുലേഷൻ ഫേസ് കഴിയുന്നു എന്നുള്ളതാണ്. ഹിറ്റ്സെൽ ടെക്നോളജീസ് ഇനിയുള്ള 2 വീക്ക് നമുക്കൊന്ന് വാച്ച് ലിസ്റ്റ് ഇടാം. ഓക്കെ, അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് ഡിമാർട്ട് എന്ന കമ്പനിയാണ്. ഡിമാർട്ട് അവന്യൂ സൂപ്പർ മാർട്ട്സ്. അപ്പോൾ ഡിമാർട്ട് പല കമ്പനികളും കണ്ടില്ല, അപ്സൈഡിൽ നിന്ന് ഡൗൺ സൈഡ് എത്തുകയാണ് ഉണ്ടായത്. കാര്യം മാർക്കറ്റ് മോശമായിരുന്നു എന്നുള്ളത് തന്നെ. ഡിമാർട്ട് ആണെങ്കിൽ ഹൈസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഹൈയിൽ നിന്ന് മോസ്റ്റ്ലി എത്ര % ആണ് ഡൗൺ സൈഡ് വന്നത് നോക്കുകയാണെങ്കിൽ 44% ഡിമാർട്ട് എന്ന സ്റ്റോക്ക് താഴെ വന്നിട്ടുണ്ട്. ആൻഡ് ആ ഒരു ഡിമാർട്ട് സ്റ്റോക്ക് ഒരു കൺസോളിഡേഷൻ ഫേസ് കടന്നാണ് ഇപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് 3-4 ദിവസം മുന്നേ ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ.
3600 to 4000 റേഞ്ചിൽ ഒരു ബേസ് ഉണ്ടാക്കി ആ ബേസ് ബ്രേക്ക് ഔട്ട് നടത്തിയിട്ടുണ്ട് ഈ സ്റ്റോക്ക്. സോ ഇതിൻ്റെ സപ്പോർട്ട് സോണായിട്ട് ഞാനൊരു 4000 4200 റേഞ്ച് ഞാൻ കാണുന്നുണ്ട്. 1020 EMIക്ക് മുകളിൽ ട്രേഡ് ചെയ്യുവാണ് അവന്യൂ സൂപ്പർ മാർട്ട്സ് എന്ന കമ്പനി. ആൻഡ് എന്തായാലും വരുന്ന ആഴ്ചകളിൽ അവന്യൂ കണ്ടിന്യൂ മൊമെൻറ്റം തരുമോ അതോ ഈ ഒരു ഏരിയ റീടെസ്റ്റ് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് വാച്ച് ചെയ്യാം. എന്തായാലും എൻ്റെ വാച്ച് ലിസ്റ്റിൽ അവന്യൂ സൂപ്പർ മാർട്ട്സ് ഉണ്ടാവും. ഓക്കെ, എൻട്രി എടുക്കുമ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, LTTS ആണ് അടുത്ത കമ്പനി. LTTS നോക്കുകയാണെങ്കിൽ L&T ടെക്നോളജി IT കമ്പനികളിൽ ഞാൻ എടുക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള കൺസോളിഡേഷൻ കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ടാണ് LTTS കൂടെ ഞാൻ എടുത്തത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ LTTS ഏത് റേഞ്ചിൽ നിന്നാണ് താഴെ വന്നതെന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കാം. മോസ്റ്റ്ലി 6000 നിന്നും 50% ഡൗൺ സൈഡ് വന്നാണ് LTTS കിടക്കുന്നത്. ആൻഡ് ഇവിടെ ഒരു സ്മോൾ കൺസോളിഡേഷൻ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഡിമാൻഡ് ഏരിയ ആയിട്ട് 3000 തന്നെ ആക്ട് ചെയ്യാനാണ് പോസിബിലിറ്റി ഉള്ളത്. 3000. ഓക്കെ, 3000 ആണ് ഡിമാൻഡ് ഏരിയ ആയിട്ട് വയ്ക്കുന്നത്. 3000 താഴെ പോയാൽ വീണ്ടും വീക്ക്നെസ് ആണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ ഏരിയയിലേക്ക് മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്യുമോ അതോ ഈ സോൺ 3550 ബ്രേക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വാച്ച് ലിസ്റ്റിലിട്ട് കാണാം. ആൻഡ് ഒരു 10-20% മൂവ്മെൻറ്റ് പോസിബിലിറ്റി ഉണ്ടോ അതോ ഒരു 5% മൂവ്മെൻറ്റ് ഈ ഒരു മാർക്കറ്റിൽ കിട്ടിയാലും നൈസാണ്. ഓക്കെ, 10% മൂവ്മെൻറ്റിൻ്റെ പോസിബിലിറ്റി വച്ചാണ് ഞാൻ ഈ സ്റ്റോക്ക് പഠിക്കാൻ വേണ്ടി നിൽക്കുന്നത്. എന്തായാലും ഡിമാൻഡ് ഏരിയ ആയിട്ട് 3000 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പുൾ ബാക്ക് കിട്ടുമോ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് വരുന്ന ദിവസങ്ങളിൽ വാച്ച് ചെയ്യാം. ഓക്കെ, LTTS. അടുത്ത സ്റ്റോക്ക് പവർ ഗ്രിഡ് കോർപ്പറേഷൻ. പവർ ഗ്രിഡ് നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്കൊരു വലിയ ഊഹമൊന്നും കിട്ടത്തില്ല. ഞാൻ 1 മന്ത് ചാർട്ട് ഒന്ന് ആദ്യം കാണിക്കാം. 1 മന്ത് ചാർട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ കണ്ടില്ലേ, സിമ്പിൾ വ്യൂ ആണ്. 1 മന്ത് ചാർട്ടിൽ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ട് ആ ബ്രേക്ക് ഔട്ടിന് ശേഷം റെസിസ്റ്റൻസ് എടുക്കുന്നത് 300 റേഞ്ചിൽ പവർ ഗ്രിഡ് റെസിസ്റ്റൻസ് എടുക്കുകയാണ്. ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ഈ ഒരു സോൺസ് നിൽക്കാം. 250 to 280 റേഞ്ച് നല്ല ഡിമാൻഡ് ഏരിയയാണ്. ആൻഡ് മാർക്കറ്റ് ഇപ്പോൾ ആ ഒരു ഡിമാൻഡ് ഏരിയയ്ക്ക് മുകളിൽ 300 റേഞ്ചിൽ ട്രേഡ് ചെയ്യുകയാണ്. ആൻഡ് 1 വീക്ക് ചാർട്ട് ഞാൻ ഒന്ന് കാണിക്കാം. 1 വീക്ക് ചാർട്ട് നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ഒരു 300 സോൺസിൽ റെസിസ്റ്റൻസ് എടുക്കുകയാണ്. കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് 300 സോൺസിൻ്റെ താഴെയാണ് സ്റ്റോക്ക് നിൽക്കുന്നത്. 300 ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ പവർ ഗ്രിഡിൽ ഒരു മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ എൻ്റെ ഒരു ഫേവറേറ്റ് പാറ്റേൺ ഇതിൽ നിലവിലുണ്ട്. എന്തായാലും പവർ ഗ്രിഡ് എൻ്റെ ടോപ്പ് പ്രയോറിറ്റി സ്റ്റോക്കാണ്. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി മൈനർ ലെവൽസിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പം പവർ ഗ്രിഡ് ഞാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് ജിൻഡാൽ സ്റ്റീൽ എന്ന് പറഞ്ഞ കമ്പനിയാണ്, എല്ലാവർക്കും അറിയാം. ജിൻഡാൽ സ്റ്റീൽ. ഓക്കെ, ജിൻഡാൽ സ്റ്റീലും ഞാൻ വീക്ക്ലി ചാർട്ട് എടുക്കുകയാണ്. കണ്ടില്ലേ, സിമ്പിൾ, വേറെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. സിംപ്ലി ഉള്ള ഒരു 1 വീക്ക് ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ ഒരു നല്ലൊരു ബ്രേക്ക് ഔട്ട് ആൻഡ് റീടെസ്റ്റ് കണ്ടില്ലേ. അത് വല്ലപ്പോഴും ഇങ്ങനെ നല്ല സെറ്റപ്പുകൾ കിട്ടുള്ളൂ, ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ് സെറ്റപ്പുകൾ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ ബ്രേക്ക് ഔട്ട് റീടെസ്റ്റിൽ നല്ല രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ 1000 എന്ന് പറയുന്ന ഈ ഒരു സോൺ മാർക്കറ്റിൻ്റെ ഈ ഒരു ടോട്ടൽ സോൺ മാർക്കറ്റ് നല്ലൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യും. ഇപ്പോൾ ഒരു പുൾ ബാക്ക് വന്നാലും നമുക്ക് ഭയപ്പെടേണ്ടതില്ല. ഈ ഒരു 1100 സോൺ ഒരു ഡിമാൻഡ് ഏരിയയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എത്ര % മൂവ്മെൻറ്റിനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നോക്കാം. എന്തായാലും ഒരു 10% മൂവ്മെൻറ്റിനുള്ള പോസിബിലിറ്റി ജിൻഡാൽ സ്റ്റീലിൽ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ജിൻഡാൽ സ്റ്റീൽ ഡിമാൻഡ് ഏരിയാസിൽ എത്തുകയാണെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, 1 വീക്ക് ചാർട്ട് നോക്കുമ്പോഴത്തേക്കും ബെറ്റർ ആണ്. ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ് എന്നുള്ള സെറ്റപ്പ് കാണിച്ച് നിൽക്കുന്ന സ്റ്റോക്കാണ്. എന്തായാലും വരുന്ന ഒരു മാസത്തേക്കെങ്കിലും വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കാം ജിൻഡാൽ സ്റ്റീൽ ഇതിൻ്റെ പെർഫോമൻസ്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് മോട്ടോഴ്സ് നമ്മൾ എടുക്കാം. ഓക്കെ, ഫോഴ്സ് മോട്ടോഴ്സ് നിങ്ങൾ നോക്കുക. ഫോഴ്സ് മോട്ടോഴ്സ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് ഒരു സോൺ ബ്രേക്കിനുള്ള ശ്രമം നടത്തുകയാണ്. ഫോഴ്സ് മോട്ടോഴ്സ് എന്ന് പറയുന്നത് ഒരു പാരൽ ചാനൽ മൂവ്മെൻറ്റ് നടത്തുന്നുണ്ട്. ഫോഴ്സ് മോട്ടോഴ്സ് 20000 റേഞ്ചാണ് ഇതിൻ്റെ ഒരു പ്രോപ്പർ സപ്പോർട്ട് എന്ന് പറയുന്നത്. 22,617 മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. എന്നാലും ഈ ഒരു 20000 റേഞ്ച് 19,000 to 20,000 റേഞ്ച് മാർക്കറ്റിൽ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും ഫോഴ്സ് മോട്ടോഴ്സ് നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. ഇതിലൊക്കെ മൂവ്മെൻറ്റ് വരുവാണെങ്കിൽ നല്ല രീതിയിൽ മൂവ്മെൻറ്റ് തരും. നിങ്ങൾ കണ്ടില്ല, ഇവിടെ അപ്സൈഡ് മൂവ്മെൻറ്റും തരുമ്പോഴത്തേക്കും ഫോഴ്സ് മോട്ടോഴ്സ് പൊതുവേ നല്ല രീതിയിൽ കണ്ടിന്യൂസ് റാലിയാണ് തരുന്നത്. കണ്ടില്ലേ, കണ്ടിന്യൂസ് റാലി ഫോഴ്സ് മോട്ടോഴ്സ് തരാറുണ്ട്. ഒരു ഏരിയയിൽ നിന്ന് കൺസോളിഡേറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു കണ്ടിന്യൂസ് റാലി തരാറുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു റാലി നമുക്ക് ഇവിടെയും പ്രതീക്ഷിക്കാമെന്ന് കരുതുന്നു. എന്തായാലും ഫോഴ്സ് മോട്ടോഴ്സ് ഒരു ഹൈ പ്രയോറിറ്റിയിൽ നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുക. ഈ 25,000 and 27,000 റേഞ്ചിലൊക്കെ ഉള്ള റെസിസ്റ്റൻസിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുമോ ഇല്ല എന്നുള്ളതെല്ലാം നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാം. ഓക്കെ, സോ വളരെ കുറച്ച് സ്റ്റോക്സാണ് ഇപ്രാവശ്യം നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഇട്ടത്, കാര്യം പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആൻഡ് നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പം ജോയിൻ ചെയ്തിട്ടില്ലാത്ത മാക്സിമം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം അടുത്ത തിങ്കളാഴ്ച ഞാൻ പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.